വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗും സമസ്തയും സുപ്രീം കോടതിയിലേക്ക്. അഭിഭാഷകൻ കപിൽ സിബലുമായി കൂടിക്കാഴ്ച നടത്താൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലെത്തും. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ബില്ലിനെതിരെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കാത്തതെന്തെന്ന് ജെ.പി.സി. അധ്യക്ഷൻ ജഗദാംബിക പാൽ ചോദിച്ചു. വഖഫ് ഭേദഗതി ബിൽ നിയമമായതോടെ പോരാട്ടം കടുപ്പിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള മുസ്ലിം ലീഗ് തീരുമാനത്തെ തുടർന്ന് നിയമ നടപടികൾ ഏകോപിപ്പിക്കാൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലെത്തി കപിൽ സിബലുമായി കൂടിക്കാഴ്ച നടത്തും. വഖഫ് ഭേദഗതി നിയമത്തിന് പിന്നിലെ ഉദ്ദേശം രാഷ്ട്രീയമാണെന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി. മുൻപ് ഒരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു. ആ സീരിയസ് ഇഷ്യൂ അവർ സീരിയസ് ആയി തന്നെ പറഞ്ഞു. അതിന് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഒരു കൂട്ടർ പുതുതായി ഇറങ്ങി. ഒരു പൊളിറ്റിക്കൽ മുതലെടുപ്പിന് വേണ്ടി അവർ പറയുന്നതാണ് എന്നല്ലാതെ അതുകൊണ്ടൊന്നും രാഷ്ട്രീയമായി അതിനൊരു പ്രത്യാഘാതം വരാൻ പോകുന്നില്ല. അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ വഖഫ് സ്വത്തുക്കളുടെ വലിയ ഭാഗം സർക്കാർ സ്വത്താക്കി മാറ്റാനാണ് നീക്കമെന്നാരോപിച്ച് സമസ്ത സുപ്രീം കോടതിയിൽ ഹർജി നൽകി. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെങ്കിൽ എന്തുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രതികരിച്ചില്ലെന്ന് ജെ.പി.സി. അധ്യക്ഷൻ ജഗദാംബിക പാൽ. പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ചർച്ചയിൽ പങ്കെടുക്കുകയോ നിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ലെന്നും ജെ.പി.സി. അധ്യക്ഷൻ ആരോപിച്ചു. വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. ഡൽഹിയിൽ സംയുക്ത പ്രതിഷേധം നടത്താനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം. 24 ഡൽഹി.